കാട്ടാനയ്ക്ക് മുന്നിൽ നിങ്ങളുടെ വാഹനം പെട്ടാൽ ആ സിറ്റുവേഷൻ എങ്ങനെ ഹാൻഡിൽ ചെയ്യണമെന്ന് നിങ്ങൾക്കറിയോ? മുന്നിൽ ആനയെ കണ്ടാൽ ആദ്യം തന്നെ ചെയ്യേണ്ടത് കാറ് കുറച്ച് സേഫ് ഡിസ്റ്റൻസിലാണോ എന്നുള്ളത് ഉറപ്പുവരുത്തലാണ്. എല്ലാവരും ചെയ്യുന്ന ഒരു മിസ്റ്റേക്ക് ഉണ്ടല്ലോ, കാർ ഓഫ് ചെയ്യുന്നതോ അല്ലെങ്കിൽ റേസ് ചെയ്യുന്നതോ. അതൊരിക്കലും ചെയ്യരുത്. രാത്രിയാണെങ്കിൽ ലൈറ്റ് ഓഫ് ചെയ്യാനോ ഡിം ഓർ ബ്രൈറ്റ് അടിക്കാനോ പാടില്ല. നിങ്ങൾ വരുമ്പോൾ ഉണ്ടായിരുന്ന സെയിം ലൈറ്റിൽ തന്നെ വെക്കുക. ആന വല്ലാതെ അടുത്താണെങ്കിൽ പതുക്കെ കാറ് ബാക്കിലോട്ടൊന്ന് ഇറക്കി നിർത്താൻ ശ്രമിക്കാട്ടോ. അത് വിചാരിച്ചു വല്ലാതെ സ്പീഡിലെടുക്കരുത്, ആന ചിലപ്പോൾ ഓടി വരും. കാറ് സേഫ് ഡിസ്റ്റൻസിലായി എന്ന് ഉറപ്പ് വരുത്തിയിട്ട് ഇനി കുറച്ച് നേരം സൈലൻ്റായി കാത്തിരിക്കാം. ആനയ്ക്ക് മോക്ക് ചാർജിങ് എന്നൊരു പരിപാടിയുണ്ട്. ഓടി അടുത്ത് വന്ന് തിരിച്ചു പോകും. നമ്മളെ ആക്രമിക്കാനൊന്നും അല്ല അങ്ങനെ ചെയ്യണത്, ഒന്ന് ഭയപ്പെടുത്തി പിന്തിരിപ്പിക്കാൻ മാത്രം. വിടർത്തി പിടിച്ചിട്ടുള്ള ആനയുടെ ചെവി നോക്കിയാൽ നമുക്കത് മനസ്സിലാക്കാം. നമ്മൾ കുറച്ച് സേഫ് ഡിസ്റ്റൻസിലാണ് ഉള്ളതെങ്കിൽ ആന പതുക്കെ മാറിപ്പോയിക്കോളും. ആകെ നമ്മൾ ചെയ്യേണ്ടത് പാനിക്കാവാതെ അതുവരെ കാത്തു നിൽക്കുക എന്നുള്ളതാണ്. പിന്നെ മോക്ക് ചാർജിങ് കഴിഞ്ഞിട്ട് നമ്മൾ ആനയുടെ തൊട്ടടുത്ത് നിർത്തി ആനയ്ക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുകയാണെങ്കിൽ ആന ആക്രമിക്കും. അഥവാ ആക്രമിക്കാൻ ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ അതും നമുക്ക് ആനയുടെ ചെവിയിൽ നോക്കിയാൽ മനസ്സിലാവും. ചെവി പുറകിലോട്ട് ശരീരത്തോട് ചേർന്ന് ഒട്ടി നിൽക്കുന്നുണ്ടാവും. വനപാതകളിലൂടെ എപ്പോഴും ശ്രദ്ധിച്ചു വാഹനം ഓടിക്കുക. ഹാവ് എ സേഫ് ഡ്രൈവ് ഗൈസ്.